വെൽക്കം ടു അവർ ചാനൽ മൈൻഡ് ഇൻ മൂമെൻറ്റ്. നമുക്ക് നിഫ്റ്റിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് നോക്കാം. ഇറാനും അമേരിക്കയും തമ്മിൽ കംപ്ലീറ്റ് ആയിട്ടൊരു സീസ്ഫയർ എത്തിയിട്ടില്ല എങ്കിലും ഒരു 14 കണ്ടീഷൻ വെച്ച് ഇറാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ന്യൂക്ലിയർ പവറിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് അമേരിക്ക അത് പഠിച്ചു വരിക എന്നുള്ളൊരു ന്യൂസാണ് ഇപ്പോൾ വരുന്നത്. കംപ്ലീറ്റ് ആയിട്ടൊരു സീസ്ഫയർ ഇതുവരെ എത്തിയിട്ടില്ല. ഓക്കെ, ആ ഒരു കണ്ടീഷനിൽ നമുക്ക് എങ്ങനെ ട്രേഡ് നാളത്തേക്ക് നമുക്ക് എങ്ങനെ ട്രേഡ് നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി അത് വരച്ചു വെച്ചിട്ടുണ്ട്, ഞാനത് കാണിച്ചു തരാം. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നാളെ ഒരു ഗ്യാപ്പ് അപ്പിനാണ്. നാളെ നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് തരുവാണെങ്കിൽ, ഗ്യാപ്പ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗ്യാപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും എൻ്റെ ഒരു ബെറ്റർ ഗ്യാപ്പ് അപ്പ് എന്ന് പറയുന്നത്. ഒരു 24,180 170 ആ റേഞ്ചിൽ, ഇതിൻ്റെ മുകളിൽ സപ്പോസ് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഇതിൻ്റെ മുകളിൽ 24,180 റേഞ്ചിൻ്റെ ഒരു മുകളിൽ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുവാണെങ്കിൽ ബെറ്റർ ആയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഈ ഒരു ന്യൂസും കൂടി ഉണ്ടെങ്കിൽ, ഓക്കെ, സീസ്വറിൻ്റെ ന്യൂസ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് 24,270 250 ആ റേഞ്ചിൽ ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്യും. എൻ്റെ ഒരു സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,330 ആയിരിക്കും. ഞാൻ വെക്കുന്ന സ്റ്റോപ്പ് ലോസ് എത്രയാണെന്ന് പറഞ്ഞാൽ 24,140. ഒരു 40 പോയിൻറ്റിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഞാൻ നാളെ 24,330 വരെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ, നാളെ ഫസ്റ്റ് ട്രേഡിൽ. അതിനുശേഷം ഇവിടെ നിന്ന് ചിലപ്പോൾ ഒരു കൺസോൾട്ടേഷൻ വന്നതിന് ശേഷം, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ട് പിന്നെയും മാർക്കറ്റ് തിരിച്ച് കയറാനും ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് തരാനും ചാൻസ് ഉണ്ട്. അഥവാ ഡയറക്റ്റ് ഒരു ബ്രേക്ക് ഔട്ടാണ് തരുന്നതെങ്കിൽ 24,450 24,600 ആ ഒരു മൂവ്മെൻറ്റും വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നാളെ തന്നെ വരാൻ, ചിലപ്പോൾ അടുത്ത ദിവസങ്ങൾ എക്സ്പയറി ഡേയിലോട്ടും വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഡൗൺ സൈഡിലോട്ട് ഇൻട്രസ്റ്റഡ് അല്ല, ബിക്കോസ് മാർക്കറ്റിൽ നല്ലൊരു ന്യൂസ് ഉള്ളപ്പോൾ നമുക്ക് ഒരിക്കലും ഡൗൺ സൈഡിലോട്ട് ഇൻട്രസ്റ്റഡ് ആകില്ല. പിന്നെ വേറൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് പറഞ്ഞത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എവിടെയാണ്? 24,180 ആ റേഞ്ചിലാണ്. ഇപ്പോൾ ഈ എന്താ പറയുക, ഈ സീസ്വെയറിൻ്റെ ന്യൂസ് നല്ല രീതിയിൽ ആണെങ്കിൽ, വാലിഡ് ആണെങ്കിൽ, ഒരു നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഈ ട്രെൻഡ് ലൈൻ പോകുന്നുണ്ടല്ലേ, ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ ഒരു ഗ്യാപ്പ് അപ്പ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു ഒരു കൺഫ്യൂസ്ഡ് മൂവ് ആയിരിക്കും ചിലപ്പോൾ തരാൻ ചാൻസ്. ചിലപ്പോൾ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് അപ്സൈഡിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ മാർക്കറ്റ് ടൈംസിലായിരിക്കും നമുക്ക് പറയാൻ പറ്റുക. ചിലപ്പോൾ ഇവിടെ നിന്ന് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്ന് 24,330 ഇവിടെ നിന്ന് റിവേഴ്സ് വരാൻ ചാൻസ്. ഇവിടെ നിന്ന് ഒരു എന്താ പറയുക, ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് തന്നിട്ട് ഇവിടെ നിന്ന് വന്ന് സപ്പോർട്ട് എടുത്ത് കുറച്ച് നേരം ഇവിടെ കളിച്ച് പിന്നെ മാർക്കറ്റ് മേലിലോട്ട് കയറാനും ചാൻസ് ഉണ്ട്. ആ ഒരു സിറ്റുവേഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് മാർക്കറ്റ് ടൈംസിലാണ് പറയാൻ പറ്റുള്ളൂ. എങ്കിലും നമുക്കൊരു ചെറുതായിട്ടൊന്ന് നോക്കാം. ഒരു 24,250 റേഞ്ചിലാണ് ഓപ്പൺ എങ്കിൽ, ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. 24,330 അത് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് ബുക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു കുറച്ച് നേരം കളിപ്പിച്ച് കഴിഞ്ഞ് മാർക്കറ്റ് 24,450 വരെ വരാനും ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഡയറക്റ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യാനും ചാൻസ്, ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് മാർക്കറ്റ് കയറാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നാളെ നോക്കിയും കണ്ടു വെക്കുന്ന ട്രേഡ് എടുക്കുക. ന്യൂസ് കംപ്ലീറ്റ് ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല, സീസ്വെയർ ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മളപ്പോൾ ഇന്നിവിടെ ഒരു പുതിയൊരു സീരീസും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 20,000 രൂപ കൊണ്ട് 10 വർഷം കഴിയുമ്പോൾ അതൊരു 18 കോടി ആക്കാനുള്ള ഒരു ജേർണിയിലോട്ട് നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, നമുക്കിപ്പോൾ എല്ലാ മാസം 10% കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളൊരു 5% പോട്ടെ, ഒരു 3% കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ 36% ആവും. നമുക്ക് ബാങ്ക്, നമ്മൾ ഇപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ അതിന് ബാങ്ക് തരുന്ന നമുക്കൊരു പലിശ വരും. അത് എത്രയാണ്? ഒരു 7 to 8% ആണ്. അപ്പോൾ നമ്മൾ അത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു 5 മടങ്ങ് പ്രോഫിറ്റാണ് നമ്മൾ ഗെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ജേർണി നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റോക്കായിട്ട് ഞാൻ തരുന്നതാണ് APL അപ്പോളോ, ടയർ ആൻഡ് ട്യൂബിൻ്റെ ഒരു സ്റ്റോക്കാണ്. ഓക്കെ, നാളെ അതിനകത്ത് എങ്ങനെ ഒരു മൂവ്മെൻ്റ് ആണ് ഞാൻ എടുക്കുന്നത്? ഒന്നില്ലെങ്കിൽ 1900 ഈ റേഞ്ചിൽ ഞാൻ ഇവിടെ നിന്ന് വന്ന് ഈ സ്റ്റോക്ക് ഈ ഒരു റേഞ്ചിലോട്ട് വരുവാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നാളെ ട്രേഡ് എടുക്കും. അല്ലെങ്കിൽ ഒരു ഏത് റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഈ ഒരു 1920 ഇല്ലെങ്കിൽ 1915 ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഞാൻ നാളെ ഇതൊരു സ്വിംഗ് ട്രേഡിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. സ്വിംഗ് ട്രേഡ് എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 2,000 രൂപ. 2,000, സെക്കൻഡ് ടാർഗറ്റ് 2,100, തേർഡ് ടാർഗറ്റ് 2,200. ഇതായിരിക്കും എൻ്റെ ഫസ്റ്റ് സ്റ്റോക്ക്. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്താണ്? സ്റ്റോപ്പ് ലോസ് ഈ ഒരു റേഞ്ചിൻ്റെ താഴെ ഒരു വലിയ ചാർട്ട് വരച്ചാൽ, 1 ഔട്ട് ചാർട്ട് വരച്ചാൽ ഈ ഒരു റേഞ്ചിൻ്റെ താഴെയായിരിക്കും എൻ്റെ സ്റ്റോപ്പ് ലോസ്. എൻ്റെ ടാർഗറ്റ് എത്രയാണ്? 2,200 ആയിരിക്കും ഫൈനൽ ടാർഗറ്റ്. ഓക്കെ, അല്ലാണ്ട് വേറൊരു സ്റ്റോക്കും കൂടി ഞാൻ, കൊഡാക് ബാങ്ക്, ഇത് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോക്കാണ്. ഇതും സ്വിംഗ് ട്രേഡായിട്ട് എടുക്കാം. 86 റേഞ്ചിൻ്റെ മുകളിലൊരു ക്ലോസിങ്, ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ ഞാൻ 400 ടാർഗറ്റ് വരെ ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.